ഇത് ഒരു കഥയാണ്. ശാപം അനുഗ്രഹമായ കഥ. ഹരിചന്ദ്രൻ ശേഷം അയോധ്യ ഭരിച്ച മഹാനായ രാജാവായിരുന്നു സഗരൻ. അദ്ദേഹം നടത്തിയ അശ്വമേധയാഗം പ്രസിദ്ധമാണ്. അദ്ദേഹത്തിന് കേശിനി, സുമതി എന്നീ രണ്ടു പത്നിമാരുണ്ടായിരുന്നു. സഗരരാജാവിന് കേശിനിയിൽ ഒരു പുത്രൻ ജനിച്ചു. അസമഞ്ജൻ എന്നായിരുന്നു പേര്. വളരെ വർഷങ്ങൾക്കുശേഷവും സുമതിക്ക് പുത്രന്മാരുണ്ടായില്ല. സുമതിയുടെ പുത്രദുഃഖം മാറ്റാൻ 60,000 പുത്രന്മാരെ അദ്ദേഹം ദത്തെടുത്തു. ഭൃഗുമുനിയുടെ കാർമ്മികത്വത്തിൽ സഗരൻ അശ്വമേധയാഗം നടത്താൻ ആഗ്രഹിച്ചു. യാഗശാലയുടെ ചുമതല കേശിനിയുടെ പുത്രൻ അസമഞ്ജനും യാഗാശ്വത്തിനൊപ്പം. ദിഗ്വിജയം നടത്താൻ സുമതിയുടെ 60,000 പുത്രന്മാരെയും അദ്ദേഹം നിയുക്തരാക്കി. അതിനുശേഷം യാഗദീക്ഷ സ്വീകരിച്ച് അദ്ദേഹം യാഗശാലയിൽ പ്രവേശിച്ചു. അശ്വമേധയാഗത്തിൽ അസൂയാലുവായ ദേവേന്ദ്രൻ യാഗം മുടക്കാനായി യാഗാശ്വത്തെ തട്ടിക്കൊണ്ടുപോയി. പാതാളത്തിൽ തപസ് അനുഷ്ഠിച്ചിരുന്ന കപില മഹർഷിയുടെ ആശ്രമത്തിൽ കുതിരയെ ബന്ധിച്ചു ദേവേന്ദ്രൻ അവിടെ നിന്നും കടന്നുകളഞ്ഞു. യാഗാശ്വത്തെ ഭൂമി മുഴുവൻ അന്വേഷിച്ചിട്ടും കണ്ടെത്താനായില്ല. ഒടുവിൽ സഗരപുത്രന്മാർ അശ്വത്തെ പാതാളത്തിൽ കപിലമഹർഷിയുടെ ആശ്രമത്തിൽ കണ്ടെത്തി. യാഗാശ്വത്തെ മോഷ്ടിച്ചത് കപിലമഹർഷിയാണെന്നു തെറ്റിദ്ധരിച്ച് സഗരപുത്രന്മാർ മഹർഷിയെ ക്രമത്തിലധികം അധിക്ഷേപിച്ചു. അതുകേട്ട് കോപാന്ധനായ കപിലമുനി സഗരപുത്രന്മാരായ 60,000 പേരെയും ശപിച്ചു ഭസ്മമാക്കി. യാഗാശ്വം നഷ്ടപ്പെടുകയും അന്വേഷിച്ചു പോയ പുത്രന്മാർ മടങ്ങി വരാതിരിക്കുകയും ചെയ്തതിനാൽ സഗരന് യാഗം നിർത്തിവെക്കേണ്ടിവന്നു. അശ്വമേധയാഗം തടസ്സപ്പെട്ടതിനാൽ ദുഃഖിതനായ അദ്ദേഹം അസമഞ്ജന്റെ പുത്രനായ അംശുമാനെ അന്വേഷണാർത്ഥം നിയോഗിച്ചു. സഗരപുത്രന്മാർ പോയ വഴിതന്നെ അംശുമാനും യാത്ര ചെയ്തു. ഒടുവിൽ പാതാളത്തിൽ എത്തിച്ചേർന്ന് കപിലാശ്രമ പരിസരത്ത് കുതിരയെ കണ്ടെത്തി. ബാലനായ അംശുമാൻ കപില മഹർഷിയോട് മാപ്പപേക്ഷിക്കുകയാൽ അദ്ദേഹം കുതിരയെ തിരിച്ചേൽപ്പിച്ചു. തുടർന്ന് മഹർഷി സഗരപുത്രന്മാർക്ക് ശാപമോക്ഷത്തിനുള്ള വഴി പറഞ്ഞുകൊടുത്തു. ആകാശഗംഗയെ ഭൂമിയിലെത്തിച്ചു സ്പർശിക്കവഴി ശാപമോക്ഷം ലഭിക്കുമെന്ന് അനുഗ്രഹിച്ചു. അംശുമാൻ യാഗാശ്വത്തെ തിരിച്ച് അയോധ്യയിൽ കൊണ്ടുവരികയും മുടങ്ങിയ അശ്വമേധയാഗം ഭംഗിയായി പൂർത്തീകരിക്കുകയും ചെയ്തു. ഗംഗാനദിയെ സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയിലെത്തിക്കാനായി അദ്ദേഹം നിരവധി വർഷങ്ങൾ ഗംഗദേവിയെ തപസ്സു ചെയ്തു. അവസാനം ഗംഗാദേവി പ്രത്യക്ഷയായി അനുഗ്രഹിച്ചു. എങ്കിലും ഭൂതലത്തിൽ പതിക്കുന്ന ഗംഗയെ താങ്ങാനുള്ള ശേഷി ശിവന് മാത്രമേയുള്ളൂ എന്ന് ഉപദേശിച്ച് അപ്രത്യക്ഷയായി. പിന്നീട് ഭഗീരഥൻ ശിവനെ തപസ്സു ചെയ്ത് സംപ്രീതനാക്കി. ഭഗവാൻ ശിവന്റെ അനുവാദം വാങ്ങി വീണ്ടും ഗംഗയെ തപസ്സു ചെയ്ത് ഗംഗാദേവിയെ പ്രത്യക്ഷയാക്കി ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള അനുവാദം വാങ്ങി. ഗംഗ അത്യുഗ്രശക്തിയുള്ള നദിയായി ഭൂമിയിലേക്ക് പതിച്ചു. ഭഗവാൻ ഗംഗയെ തന്റെ ശിരസിൽ താങ്ങി നിർത്തി. പക്ഷേ ഗംഗാനദി ശിവന്റെ ജടയിൽ 4 വശത്തും തട്ടിത്തകർത്തൊഴുകാൻ ആരംഭിച്ചു. ഗംഗയുടെ അഹങ്കാരം മനസ്സിലാക്കിയ ശിവൻ ഗംഗയെ തന്റെ ശിരസിനുള്ളിൽ ബന്ധിച്ചു. ശിവൻ അങ്ങനെ ഗംഗാധരനായി. ഗംഗ